ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. 2 തെസ്സലോനിക്ക ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 7 മുതലുള്ള ഭാഗങ്ങളിൽ ഞങ്ങളെ അനുകരിക്കേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ക്രമം കെട്ട് നടന്നിട്ടില്ല. അപ്പോസ്തലൻ സഭയോട് പറയുന്നു, ഞങ്ങളെ അനുകരിക്കേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾ അറിയുന്നു. നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ ക്രമം കെട്ട് നടന്നിട്ടില്ല. ഇത് പറയാൻ കാരണം അതിൻ്റെ തൊട്ട് മുകളിൽ അപ്പോസ്തലൻ പറയുന്നുണ്ട്, ക്രമം കെട്ടവരുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് നിങ്ങൾ അകന്നു പോകണം. ഇത് പറഞ്ഞിട്ട് പറയുകയാണ്, ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ക്രമം കെട്ട് നടന്നിട്ടില്ല. മാതൃകയുള്ള ഒരു അപ്പോസ്തലൻ സഭയെ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ക്രമം കെട്ടവരെ വിട്ടു നടക്കണം. അടുത്ത ഭാഗം, ആരുടെയും ആഹാരം വെറുതെ അനുഭവിച്ചിട്ടുമില്ല. നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുതെന്ന് വെച്ച് ഞങ്ങൾ അധ്വാനത്തോടും പ്രയാസത്തോടും കൂടെ രാപ്പകൽ വേല ചെയ്തു പോകുന്നത് അധികാരമില്ലാഞ്ഞിട്ടല്ല, അനുകരിപ്പാൻ നിങ്ങൾക്ക് ഞങ്ങളെ മാതൃകയാക്കി തരേണ്ടതിനത്രേ. അപ്പോസ്തലൻ പറയുന്നു, നിങ്ങളുടെ മുമ്പിൽ ഒരു ഭാരമായി തീരാതിരിപ്പാൻ. അത് അധികാരം ഇല്ലാത്തത് കൊണ്ടല്ല, എന്ന് വെച്ചാൽ ശുശ്രൂഷ ഇല്ലാത്തത് കൊണ്ടല്ല. ദൈവവചനം നിങ്ങളെ ശുശ്രൂഷിപ്പാനുള്ള നല്ല പ്രാഗൽഭ്യമുണ്ട്. അങ്ങനൊരു അതോറിറ്റി ദൈവം ഇട്ടിട്ടുണ്ട്. പക്ഷേ നാളെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഭാരമാകരുത്. നിങ്ങൾ ഈ മാർഗത്തിലോട്ട് ഇറങ്ങിയിട്ട് ഇതൊരു വരുമാന മാർഗമായി തീരരുത് എന്ന് അപ്പോസ്തലൻ ആഗ്രഹിച്ചിട്ട് പറയുകയാണ്, ഞങ്ങൾ ക്രമം കെട്ട് നടന്നിട്ടില്ല, ആരുടെ ആഹാരം വെറുതെ എടുത്തിട്ടില്ല, ഞങ്ങൾ തന്നെ അധ്വാനിച്ചിരുന്നു. ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ, ഒരു ഭാഗത്ത് നമ്മളെ ഉറപ്പിച്ചു പറയുന്നു, ദൈവരാജ്യത്തിനകത്ത് നിൽക്കുമ്പോൾ അധികാരമുണ്ട്, എന്നാൽ ക്രമം കെട്ട് നടക്കാതെ, ഒത്തിരി പേരെ വിശ്വാസത്തിൽ നിന്ന് ക്ഷീണിപ്പിക്കാതെ, അവരവരെ ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ ചെയ്ത് അനേകർക്ക് മാതൃകയുള്ളൊരു ജീവിതത്തോടു കൂടി നിത്യതയിലോട്ട് പ്രവേശിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.